Praise the Lord. Praise the Lord. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for this wonderful time. എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് പകൽക്കാലവും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. I welcome you all once again in the name of our Lord Savior Jesus Christ. I'm very glad that we this time here to worship the Lord. നമ്മുടെ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നാം തുറന്നും പ്രാർത്ഥിക്കണം. എല്ലാവരെയും സൗഖ്യത്തോടെ സമാധാനത്തോടെ ദൈവമായ കർത്താവ് കാക്കട്ടെ. Let's continue to pray people who are traveling, let God continue to protect them and bless them. അല്പസമയത്തെ ചിന്തയ്ക്കായി നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാമല്ലോ. ബുക്ക് ഓഫ് നെഹമ്യാ ചാപ്റ്റർ 13 വേഴ്സ് 14. Can somebody read both languages? എൻ്റെ ദൈവമേ ഇതെനിക്കായി ഓർക്കണമേ. Amen. Amen. Somebody please read those verses in English. Children, will you please help me to? Remember me for this, my God, and do not blot out what I have so faithfully done for the house of my God and its services. Remember me. God will remember you for good. That is the topic of my message this morning. എൻ്റെ ദൈവമേ ഇതും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. Dear Lord, do this so that remember me for this. Oh my God. നമ്മുടെ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. God is someone who remembers us. രാവിലെ ദൈവം എന്നെ മറന്നതാണോ എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവം ഓർക്കുന്ന ദൈവമാണ്. Is there someone here who's thinking that did God forget me? But I want to remind you that God remembers us. ആരെയാ ദൈവം ഓർക്കുന്നത്? Who does God remember? ആരാധിക്കുന്ന ദൈവ പൈതലിനെ. People who worship God. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ. People who pray. ദൈവകൽപ്പന അനുസരിക്കുന്ന ദൈവ പൈതലിനെ. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവ പൈതലിനെ ദൈവം ഓർക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. Somebody who works for God and God will remember them and protect them. പലരും നമ്മെ ഓർക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. We might desire that other people should remember us. എന്നാൽ അതിലൊക്കെ എത്രയോ വലിയ കാര്യമാണ് ദൈവം നമ്മെ ഓർക്കുക എന്നുള്ളത്. But how much more greater is that God remembers us. ദൈവവചനത്തിൽ ദൈവം ഓർത്ത ചിലരെ കുറിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. In the Bible there are many people that God remembered. ഞാൻ പലരുടെയും ചരിത്രം നോക്കുകയായിരുന്നു. ദൈവത്തിന് അവരെ മറക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് ദൈവം തക്ക സമയത്തെ ഓർക്കുകയായിരുന്നു. I was looking at the history in the Bible and that God could not forget them and that and then when the need came God remembered them. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ Genesis chapter 8 verse 1. അവിടെ നോഹയെ ദൈവം ഓർത്തതായിട്ട് പറയുന്നുണ്ട്. We see here that God remembered Noah. എന്തുകൊണ്ട് നോഹയെ ദൈവം ഓർത്തു? Why did God remember Noah? ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായതുകൊണ്ട് ദൈവം നോഹയെ ഓർത്തു. God said that because Noah was willing to listen and be obedient to God, God remembered Noah. ദൈവത്തെ അറിയാത്ത ഒരു തലമുറയുടെ നടുവിൽ, in the midst of a generation that does not know God, ആര് ദൈവത്തെ ഓർക്കുമോ അവരെ ദൈവം ഓർക്കും. Those who remember God, God will remember them. ദൈവത്തെ അറിയാത്ത ആ തലമുറയുടെ നടുവിൽ നോഹ ദൈവത്തെ ഓർത്തു, ദൈവം പറഞ്ഞത് അനുസരിച്ചു, അതുകൊണ്ട് ദൈവം നോഹയെ ഓർത്തു. In the midst of generation that did not know God, Noah remembered God, and God remembered Noah, and Noah is also obedient to God, and God remembered Noah and listened to him. പാപം പെരുകുന്നതിന്റെ നടുവിൽ, in the midst where sin was spreading, ദുഷ്ടത വർദ്ധിക്കുന്നതിന്റെ നടുവിൽ, in the midst of wickedness, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിന്നവനെ ദൈവം ഓർത്തു. God remembered the person who fought against the sin and also lost their lives for that. ആ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചവനെ ദൈവം ഓർത്തു. And Noah received grace from God, and
and God remembered Noah. ആ നോഹയുടെ ജീവിതത്തിലും ചില പ്രത്യേക സമയങ്ങളിൽ എല്ലാം ഒഴുകുന്നത് പോലെ, എല്ലാം ആടി ഉലയുന്നത് പോലെ, ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെയൊക്കെ തോന്നിയ ഒരു സമയമുണ്ട്. There were moments in Noah's life when it was seemed like he was in the midst of many insurmountable waves. ആ പെട്ടകത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദിവസങ്ങളോളം, ആഴ്ചകളോളം ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ, ആടി ഉലയുമ്പോഴൊക്കെ ദൈവം എന്നെ മറന്നതാണോ എന്നൊക്കെ ചിന്തിച്ച സമയമുണ്ട്. When they were in the ark, when he was moving across in the waves, maybe Noah might have thought that, did God forget me? എന്നാൽ ദൈവം നോഹയെ ഓർത്തപ്പോൾ അവനെ ഉറപ്പിച്ചു. അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകത്തെ ഉറപ്പിച്ചു. ദൈവത്തെ സേവിക്കുന്ന, ദൈവകൽപ്പന അനുസരിച്ച്, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുന്നവന് ഉഴലുവാൻ, ഓടി അലയുവാൻ ദൈവം അനുവദിക്കുന്ന, ദൈവമല്ല ഉറപ്പിക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. And when God remembered Noah, the ark was settled on Mount Ararat and the waters receded. The same way, when you're in the midst of all these you may seem like you're in the midst of these insurmountable ways, but remember that God will remember you. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നോക്കിയാൽ അവിടെ ഒരു ഹാനായ ദൈവം ഓർത്തതായിട്ട് വായിക്കുന്നുണ്ട്. When we look in 1 Samuel 1 verse 19, we see that God remembered Hannah. അവിടെ നാം വായിക്കുന്ന ഹാന ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഓർക്കുന്ന ദൈവമാ. We see that here, that Hannah prayed to God, and God is one who remembers people who praise. ദൈവമക്കളെ, ആരെ മറന്നാലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം മറക്കത്തില്ല. Even though whoever might be forgotten, but do know that God will not forget someone who prays. നമുക്കറിയാം, ക്രൂശിലെ കള്ളന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, ലൂക്കോസ് 22:23-42 വാക്യത്തിലൊക്കെ ആ പ്രാർത്ഥന നമ്മൾ ആ വാക്കുകൾ വായിക്കുന്നുണ്ട്. നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന. We also see that in Luke 23 verse 43, where the thief on the cross, and when the thief asked Jesus, remember me when you come into your kingdom. And we see that God remember that thief. ദൈവത്തിന് രണ്ടാം വരവെങ്കിൽ ഓർത്താ മതിയായിരുന്നു. രാജ്യത്വം പ്രാപിക്കാനായിട്ട് വരുന്ന ആ സമയം ഓർത്താ മതിയായിരുന്നു ദൈവത്തിന്. പക്ഷെ ദൈവം പ്രാർത്ഥിച്ചവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർത്തു. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. When the thief asked, remember me when you come into your kingdom, God could have thought, okay, maybe I'll do that when the second coming. But because this thief prayed, God answered that prayer immediately. നോക്കൂ, പ്രാർത്ഥിക്കുന്നവനെ ഓർക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലുമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ടാ. God doesn't remember the people who pray like whenever or maybe like later down the line, but it is immediate. ഒരുപാട് പേരുടെ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ഒരു യോസഫിനെ ദൈവം ഓർത്തതായിട്ട് വായിക്കുന്നുണ്ട്. We see in Genesis 41 that God remembered Joseph. കഴിഞ്ഞ ആഴ്ച ജോസഫിന്റെ ചരിത്രം ബ്രദർ അലക്സ് അല്പമായിട്ട് ഓർപ്പിച്ചു. തന്റെ ദർശനം പൂർത്തീകരിക്കപ്പെടുമെന്ന് ആരും ഓർത്തില്ല. Last week we heard the sermon from Brother Alex that nobody thought that Joseph's dream would come into fruition. എന്നാൽ യോസഫിനെ ഓർക്കാൻ ദൈവം തീരുമാനിച്ചപ്പം വിത്തിൻ 24 hours ദൈവം ഓർത്തു, ഉയർത്തി, മാനിച്ചു. But when it came time for God to remember Joseph, it was immediate, and God remembered Joseph, and he was able to rise through the ranks from the jail to be the second command in Egypt. യോസഫിന്റെ ദർശനം പൂർത്തീകരിക്കപ്പെടുവാൻ ഒരുപാട് കാലമൊന്നും എടുത്തില്ല. It didn't take a long time for that dream, Joseph's dream, to be fulfilled. ഒരുപാട് പേര് യോസഫിനെ മറന്നിട്ടുണ്ട്. Many people forgot Joseph. പലരും തന്നെ ഓർക്കാതെ പോയിട്ടുണ്ട്. Many people did not even remember that Joseph was around. ദൈവം ഓർക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നൊന്നായി ദർശനങ്ങൾ ആഡപ്പ് ചെയ്യാൻ തുടങ്ങി, ഫുൾഫിൽ ആകാൻ തുടങ്ങി. 24 മണിക്കൂറിനകത്ത് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ, ദർശനങ്ങൾ പൂർത്തീകരിക്കാൻ തുടങ്ങി. But when God started to remember Joseph, that all the dreams, all the visions that Joseph had started to come to fruition, and within 24 hours he went from the lowest place to the highest place. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, ജീവിതത്തിൽ പലതുമൊക്കെ നമ്മളും മറന്നിട്ടുണ്ട്. നമ്മൾ ഒരു കാലത്ത് കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അതൊന്നും ഇനിയും പൂർത്തീകരിക്കാൻ പോകുന്നില്ലെന്നൊക്കെ ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഒരു പക്ഷേ കാണാം. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുക, ആ ദർശനത്തിന്റെ പൂർത്തീകരണം പെട്ടെന്ന് സംഭവിക്കട്ടെ, ഈ ദിവസങ്ങൾ തന്നെ സംഭവിക്കട്ടെ. അല്ല,
ഇന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. Dear children of God, there might be many dreams that you might have had in your past that you might think, oh, it might not come into fruition, or it may be something that it is impossible to happen. But I pray that God will bring those dreams into fruition soon and immediately. ദൈവം ഓർത്ത് അനേകരുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് റെഫർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. There were many people that God remembered, but I don't want to go through each and every one of them. ദൈവം ഓർക്കുന്ന ദൈവമാ. അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ ദൈവം മറക്കുകയും ചെയ്യും. God is one who remembers, but at the same time, He will forget some things. മീഖായുടെ പുസ്തകത്തില് പ്രവചനത്തില് 7-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് നാം വായിക്കുന്നു, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളയും. We read in Micah 7 verse 19, you will again have compassion on us, you will tread our sins underfoot and hurl all our iniquities into the depths of the sea. എബ്രായ ലേഖനം 8-ന്റെ 12-ാമത്തെ വാക്യത്തിൽ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല. We see in Hebrews 8 verses 12, for I will forgive their wickedness and will remember their sins no more. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം പരാജയങ്ങളും തോൽവികളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. There are many failures that have happened in our life. എന്നാൽ അത് നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുകയും ദൈവം നമ്മെ ഓർക്കുകയും ചെയ്യും. But when you repent and let go of it, then God will remember you and show kindness. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഒരു പാപവും ദൈവം പിന്നെ ഓർക്കുന്നില്ല. I will tell you once again that any sin that you have repented and have let go, God will not remember. അവയെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എറിഞ്ഞു കളയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. They will be hurled to the depths of the sea. ഈ സമുദ്രത്തിന്റെ ആഴത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about the depths of the sea? ഒരു ആവറേജ് ഓഷ്യന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് more than 10,000 feet. The average depth of an ocean is more than 10,000 feet. അപ്പോൾ തന്നെ there are some places Pacific Oceanലൊക്കെ ഏതാണ്ട് more than 35,000 feet ആഴമുണ്ട് പല സ്ഥലത്തും. There are some places in the Pacific Ocean where the depth is more than 35,000 ഞാൻ feet. പറഞ്ഞത് അത്രയും ആഴത്തില്, മടങ്ങി വരാത്ത രീതിയില്, തിരിച്ചു വരാത്ത നിലയില് നമ്മുടെ പാപങ്ങളെ അത്രയും ആഴത്തിൽ എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം അതിനെ ഓർക്കുന്നില്ലെന്നാ. But when God says that God will hurl them into the depths of the sea, it means that God will remember them no more. എന്നാൽ പലപ്പോഴും പിശാച് ഇത് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. But from time to time, Satan tries to remind us of the ജീവിതത്തിൽ sins. സംഭവിച്ചത് അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കണ്ണുമുമ്പിൽ കൊണ്ടുവന്നിട്ട് നീ വിശുദ്ധനല്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മെ ഡിപ്രസ് ആക്കാനായിട്ട് നോക്കും പിശാച്. എന്നാൽ ആ പിശാചിനെ ശാസിച്ചിട്ട് പറയണം, അത് അന്നേ ഞാൻ ഏറ്റു പറഞ്ഞതാ, ദൈവം അന്നേ അത് മറന്നതാ, ഓ പിശാച് എന്ന് പറയുവാനുള്ള ധൈര്യം നമുക്ക് വേണം. From time to time, Satan will remind us that, hey, didn't you do this sin? Didn't you do that sin? But we need to have the courage to say that, hey, God forgave those sins and put them in the depths of the sea, that we need to tell Satan to get out of here. അപ്പോൾ തന്നെ നമ്മൾ ചെയ്തത് മറന്നു കളയാത്ത ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം. But at the same time, when you say that God forgets these things, but God will also remember something. ദൈവത്തിന് വേണ്ടി ചെയ്തതെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്ന ഒരു ദൈവം. Anything that we did for God, God will store all that in the book of remembrance. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ദൈവത്തിന് വേണ്ടി ചിലവാക്കിയതും ചിലവിട്ടതും എല്ലാം ബുക്ക് ഓഫ് റിമെമ്പറൻസിൽ എഴുതി ഓർപ്പിക്കുക. എന്തിനു വേണ്ടിയാ? പ്രതിഫലവുമായിട്ട്. ഓരോരുത്തർക്കും പ്രതിഫലം തരുവാൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ഭാഗം ഓർപ്പിച്ചതാ, പ്രതിഫലം തരുവാൻ വരുന്ന ഒരു കർത്താവ്. Each and everything that you have did, even the smallest thing to the biggest thing, it is all recorded in the book of remembrance. Why? Because so that one day you will be rewarded for what you have done. എബ്രായ ലേഖനം 6:10 നാം വായിക്കുന്നത്, ദൈവം നമ്മുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. We see in Hebrews 6 verses 10, God is not unjust. He will not forget your work and the love you have shown him as you have helped his people and continue to help them. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ അധ്വാനിക്കുകയും ചിലവാക്കുകയും ചിലവിടുകയും ചെയ്യുന്ന ദൈവമക്കളാണ് ഇവിടെ ഉള്ളത്. All the people here are people that spend
their time and energy for the increase of the church and God's kingdom. കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീര് കൊടുത്താൽ, വെള്ളം കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ടെന്നാണ് വചനം പറയുന്നത്. Even if you give a glass of water, there's a reward for that in heaven. അങ്ങനെയെങ്കിൽ എത്രയധികം ദൈവം നമ്മളുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി ഓടിയതിനും അധ്വാനിച്ചതിനും പ്രവർത്തിച്ചതിനും ദൈവസഭയുള്ള ബന്ധത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിലും ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. If there's a reward for that small glass of water, just think about how greater is the reward for all that you have done for expanding the kingdom of God. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നെഹമ്യാവ് ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു. Let's get back to the word. Nehemiah was a man who loved God and God's people. ദൈവാലയം പുനരുദ്ധരിക്കുവാൻ, ശത്രു തകർത്ത് കളഞ്ഞതിനെ പണിയുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ഭക്തൻ. Nehemiah was a man who was appointed by God to revive the church that the devil had broken down. താൻ ദൈവത്തിനു വേണ്ടിയും ദൈവാലയത്തിനു വേണ്ടിയും ദൈവജനത്തിനു വേണ്ടിയും പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം താൻ ദൈവത്തോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്, ഇതുകൂടെ ഓർക്കണമേ എന്ന്. After he had done everything to revive the church and brought the people back, and after that he asked God, remember me for this. ഇതും എൻ്റെ നന്മയ്ക്കായിട്ട് കണക്കിടണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. And did not blot out what I have so faithfully done for the house of God. തകർന്നു കിടന്ന മതിലുകളും ഗേറ്റും എല്ലാം പണിത് ഉറപ്പിച്ച ശേഷം, After bringing back and solidifying the bricks, the walls, and the church that were broken, ആലയത്തിലെ ആരാധനകളെല്ലാം മുടങ്ങിക്കിടന്ന്, ആലയത്തിൽ യാഗം മുടങ്ങിക്കിടന്ന്, ആലയത്തിൽ ആരാധനയും ധൂപവർഗങ്ങളും ശുശ്രൂഷകളും എല്ലാം മുടങ്ങിക്കിടന്നിടത്ത് അതെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. Nehemiah was a man who was able to reestablish things that were down. It's like the church, like the ministries in the church, like the sacrifices, everything that was stopped, he was able to revive it back. ആലയത്തിലെ കാര്യങ്ങൾ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി. He was a man who had great wishes that the church should go in a good way. അതിന് സംഗീതക്കാരെ നിയമിച്ച്, ഓരോരുത്തരെയും ശുശ്രൂഷയ്ക്കായിട്ട് പുരോഹിതന്മാരെ നിയമിച്ച് എല്ലാം ക്രമത്തിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ്. He was a man who appointed singers and made sure that everything was done and organized properly. ഈ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കിയ ശേഷം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നീ അതും കൂടെ ഓർക്കണമേ എന്ന്. After bringing everything back into order, Nehemiah prays, God, remember me for this. ദൈവം മറക്കുന്ന ദൈവമല്ല. God is not someone who forgets. എന്നാ നാം ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മൗനമായിരിക്കും, ഓർപ്പിച്ചുണർത്തുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ഉത്തരവാദിത്തമാണ്. But do remind that even if God is not someone who forgets, but it is okay to remind God from time to time. It is okay. ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചിട്ട്, ദൈവം കൽപ്പിച്ചത് അതുപോലെ ചെയ്തിട്ട്, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് പറയുക, ദൈവമേ നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു, അതുപോലെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അത് ഓർക്കണമെന്ന്. After completing the mission that God had assigned him, after doing exactly what God had told him to do, it is okay to come to in the presence of God and tell him and ask him to remember me for what I have done. ഇടിഞ്ഞു കിടന്ന ഫിസിക്കൽ വാള് മാത്രമല്ല നെഹമ്യാ പണിതത്. Nehemiah did not only just rebuild the wall that was broken. വ്യക്തിപരമായും സമൂഹമായും ഇടിഞ്ഞു കിടന്ന ആത്മീയ മതിലുകളെ താൻ ആദ്യം പണിതുറപ്പിച്ചു. He also rebuilt the spiritual walls that were also broken. എന്നിട്ട് ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഓർക്കണമേ എന്ന്. After doing all this is when he comes and prays, God, remember this. പകൽ ദൈവമക്കളെ, ഏതെങ്കിലും ഏരിയയിൽ ശത്രു ഇടിച്ചു കളഞ്ഞ ഏരിയകൾ ഏതെങ്കിലും ഇന്ന് പകൽ ഉണ്ടെങ്കിൽ അതിനെ പണിത്, വ്യക്തിപരമായ ജീവിതത്തെ പണിത് ഉറപ്പിച്ച ശേഷം മറ്റുള്ളവരുടെ മതിൽ പണിയുന്നതാണ് ഏറ്റവും യോഗ്യം. After maybe there were some walls that are broken in our lives, but after rebuilding them, we can also go and rebuild the broken walls in other people's lives.
ഒരുപാട് പേരുടെ മതിൽ പണിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നാൽ സ്വന്തം മതിൽ പണിയാത്തവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people who build other people's walls, but I've also seen people who don't even build their own walls. മക്കളെ, ഏതെങ്കിലും ഏരിയ, വ്യക്തിപരമായോ കുടുംബമായോ ഏതെങ്കിലും ഏരിയയിൽ ആത്മീയമായി തകർന്നിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ആരാധനാ ജീവിതത്തിൽ, കൊടുക്കവാങ്ങലുകളിൽ ഏതെങ്കിലും ശത്രു ഇടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പണിതിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഓർക്കുന്ന ദൈവമാണ്. Dear children of God, that if there are any walls in your life, be it personal, be it spiritual, if they're broken, and if you rebuild it back up and then go and ask God, God will remember that. ഒട്ടും അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല നെഹമ്യാ പണിയാനായിട്ട് തുടങ്ങിയത്. Nehemiah did not operate in a favorable situation. നെഹമ്യാവ് ഒരുപാട് സൻബല്ലത്തിനെയും തോബിയാവുമാരെയും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. He had to face many enemies like Sanballat and Tobias. അകത്തും പുറത്തും ഒരുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വെല്ലുവിളികളൊക്കെ ഉണ്ടായി. There were many opposition inside and outside the community. എന്നാൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. But he moved forward with prayer. ദൈവത്തിലുള്ള ആശ്രയത്തോടെ മതിൽ പണിയുവാനായിട്ട് തുടങ്ങി. He built the wall by putting his faith in God. ദൈവം എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടെ, ആ ബോധ്യത്തോടെ, ആ കമ്മിറ്റ്മെന്റോടെ തന്റെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോയി. With the commitment that God had appointed him to build a wall, he continued forward despite the opposition. ഇന്ന് രാവിലെ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പാകിൽ നമ്മൾ കേട്ടതുപോലെ, സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടതുപോലെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. ദൈവം ഏൽപ്പിച്ച ദൗത്യമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ വരുമ്പം അയ്യോ ഇത് നടക്കുമോ, സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ടും കടന്നു വരാം. Like we heard in the Sam message today, that there might be many situations in life when we move forward with something, but then some obstacles come and we start to wonder, hey, is this going to work out? ഒരു ഒപ്പോസിഷനും ഒരു തടസ്സവും ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. If there needs to be no opposition or no obstacle, all you need to do is do nothing. ഏതൊരു വിഷയം ആത്മീയ ശുശ്രൂഷയിൽ, ഭൗതികത്തെ പോട്ടെ, ആത്മീയ ശുശ്രൂഷയിൽ ഏതൊരു സ്റ്റെപ്പ് വെച്ചാലും അവിടെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടാകും, ക്രിറ്റിസിസം ഉണ്ടാകും, എല്ലാം ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. അതെല്ലാം കേട്ട് പടവും മടക്കി പോയാൽ ദൈവം ഓർക്കത്തില്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമില്ല. Forget about the personal things, but when we look at spiritual life where we try to move forward and we face obstacles and we face questions and then we say, oh, maybe it's not going to work out, and if you go back, then God will not remember you. നെഹമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. Nehemiah was a man of prayer. താൻ ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. He asked God for his help. രാജാവിന്റെ ഫേവറിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. He prayed to God for the favor from the king. ഭീഷണിപ്പെടുത്തിയപ്പോൾ ദൈവിക സുരക്ഷിതത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. When he was threatened, he prayed to God for security. എല്ലാ ഏരിയകളിലും എവിടെല്ലാം താൻ ഫേസ് ചെയ്തോ ചലഞ്ചസ് വന്നോ അവിടെയെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ ചുവട് വെച്ച് മുന്നോട്ട് പോയി. No matter any opposition that Nehemiah faced, he prayed to God and then he moved forward. രാവിലെ ദൈവമക്കളെ, ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു ദൗത്യം ഏൽപ്പിച്ചായി ഭൂമിയിലാക്കിയിരിക്കുന്നത്. Dear children of God, remember that God has put us on this earth and assigned us a duty. അതൊരു പക്ഷേ കുടുംബത്തിൻ്റെതായ മതിലുകൾ പണിയുവാനായിരിക്കാം. Maybe it's to build the walls in your family. ചുറ്റുപാടില് സമൂഹത്തിൽ ചില മതിലുകൾ പണിതുയർത്തുവാൻ ദൈവം ഏൽപ്പിച്ചതായിരിക്കാം. Maybe it is to build the walls in our society. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽപ്പാൻ, സമൂഹത്തിന് വേണ്ടി ഉപ്പായി വെളിച്ചമായി തീരുവാൻ ഒരുപക്ഷെ ദൈവം ദൗത്യം ഏൽപ്പിച്ചതായിരിക്കാം. Maybe it is to stand in prayer as a mediator. Maybe that is what God has assigned you to do. അല്ല, ദൈവസഭയുള്ള ബന്ധത്തിൽ ശരീരമായ സഭയെ പണിതുറപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ ദൗത്യം ഏൽപ്പിച്ചതായിരിക്കാം. Maybe your mission is to build the church. Maybe that is the mission that God has assigned you. ഏതേറിയും ആയിക്കൊള്ളട്ടെ, No matter what the area is. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രതികരണം എങ്ങനെയാ, അതിനെ ആശ്രയിച്ച ജയവും പരാജയവും. Even though that there are obstacles and opposition in our life, what matters is how we react to that obstacle and പ്രവീൺ opposition. ഓർപ്പിച്ചതുപോലെ കഷ്ടത സർവ്വസാധാരണമാണ്. Like obstacles and oppression are very common. ഇത് ഫ്ലൂ സീസണും ഒക്കെയാ. പെന്തക്കോസ്തുകാർക്ക് ഫ്ലൂ വരത്തില്ലെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇത് എല്ലാവർക്കും ലോകത്ത് സംഭവിക്കുന്ന, ചുറ്റുപാട് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ഫേസ് ചെയ്യുന്നവരാ. This is flu season that we might think that maybe it won't affect us as Pentecostals, but
it will affect us, and no matter what it is, things around society will affect us. എന്നാൽ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസിനോട് നമ്മുടെ കഷ്ടതയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു അതാ ദൈവം നോക്കുന്നത്. But one thing that God looks at is how do we react to these opposition and challenges in our lives. നമുക്കറിയാം ഒരു ചലഞ്ച് വന്നപ്പോൾ യോന ദൈവത്തിങ്കൽ നിന്ന് അകന്നു പോയി. But we remember that Jonah, when God gave him and mission and he was faced with opposition, he left it and he went the opposite way. എന്നാൽ യായിറോസിന്റെ ജീവിതത്തിൽ ഒരു വിഷയം വന്നപ്പം അവൻ കർത്താവിന്റെ കാൽക്കൽ വീണു. But when a similar issue came into the life of Jairus fell down and prayed to God. വിവിധ വിഷയങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ദൈവമക്കളോട് ഇന്ന് രാവിലെ രണ്ട് കാര്യങ്ങളും സങ്കീർത്തനത്തിൽ കൂടെയും ഇവിടെയും ഓർപ്പിക്കുവാനുള്ള ഒരേ ദൂത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള ഒരു തീരുമാനം ഇന്ന് പകൽ ഉണ്ടാകട്ടെ. That from the message in the morning and the message right now, the crux of that message is that you need to put your faith in God and just keep moving forward no matter what the opposition is. ദൈവം ഓർക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. There will be a moment in your life where God will remember you. ഒരുപക്ഷെ ഇന്ന് രാവിലെ ദൈവം എന്നെ മറന്നു കളഞ്ഞതാണോ എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം. അല്ല, ദൈവം ഓർക്കുവാൻ ഒരു സമയമുണ്ട്. Maybe you might be thinking, maybe there might be people who think that God forget me, but don't worry, God will remember you. ദൈവം നമ്മുടേതായ ആ ബുക്ക് റിമംബറൻസിന്റെ ബുക്ക് തുറക്കുമ്പം പിന്നീട് ഒട്ടും താമസം വരത്തില്ല. ഇമ്മീഡിയറ്റ് ആയിരിക്കും ദൈവത്തിന്റെ റെസ്റ്റോറേഷൻ, ദൈവത്തിന്റെ വിടുതൽ. When God opens the book of remembrance, there will be no delay. The response and the blessing and the restoration will be immediate. ഇന്ന് പകൽ എൻ്റെ പ്രാർത്ഥന ദൈവം നമ്മുടെ കുടുംബങ്ങളെ ഓർക്കട്ടെ. But my prayer today is that let God remember our families. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കട്ടെ, നമ്മുടെ സഭയെ ഈ പട്ടണത്തിൽ ദൈവം ഓർക്കട്ടെ. Let God remember our church, let God remember our children, and let God remember our church in this community. എന്തിനാ ദൈവം ഓർക്കുന്നത്? Why will God remember you? ദൈവം ഓർക്കുന്നത് വിടുവിക്കുവാൻ വേണ്ടിയാണ്. Only to deliver you. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാ ദൈവം നമ്മെ ഓർക്കുന്നത്. God remembers you to deliver you out of your situation, out of your oppression, out of your depression. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർക്കട്ടെ. അതിനുവേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? നാം പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. This morning, let God remember us, but for God to remember us, what we need to stand firm in the Word of God. വിശുദ്ധിക്ക് വേണ്ടിയും ദൈവവചനത്തിന് വേണ്ടിയും നാം നിൽക്കണം. We need to be firm believers and we need to stand for the name of God. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഓർക്കും. Then God will remember you. ഒരു യോസഫിനെ ദൈവം ഓർത്തു. നമുക്കറിയാം ദീർഘമായ വർഷങ്ങൾ മറന്നതാണെന്ന് ചിന്തിച്ചെങ്കിലും ദൈവത്തിന്റെ സമയത്ത് ദൈവം ഓർത്തു. We know that Joseph, when people may have thought that it took a long time for God to remember Joseph, but God remembered Joseph at the right time. ദൈവത്തിന്റെ ദൈവീയ ദർശനം പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തടയാനായിട്ട് കഴിയത്തില്ല. To fulfill the vision of God, no power on this earth will be able to stop ഒന്നുകൂടെ it. പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടുവരുന്ന നന്മയെ തടയുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. There is no power on earth to stop the deliverance that God was set out for us. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ പലരും ഇന്നാരും ഒക്കെ അത് ചെയ്ത് ഇത് ചെയ്ത് എൻ്റെ നന്മ തടഞ്ഞു എന്ന് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു. പാസ്റ്റർ പ്രത്യേകം പ്രാർത്ഥിക്കണേ, ആ അയലോക്കത്തെ ഇന്നാരും ഒക്കെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇല്ല, ഒരു ശക്തിക്കും ഒരാഭിചാരത്തിനും ഒരു അന്യാരാധയുടെ ശക്തിക്കും എൻ്റെയും നിങ്ങളുടെയും നന്മയെ തടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവമക്കൾ അത് ഉറയ്ക്കണം, ധൈര്യമായിട്ട് ഉറയ്ക്കണം. ഒരു പൈശാചി ശക്തിക്കും ഒരു ദേശത്തിൻ്റെ ഒരധിപതിക്കും നമ്മുടെ നന്മയെ, ഒരു ദൈവ പൈതലിന്റെ നന്മയെ തടയാൻ കഴിയത്തില്ല. We might say that even recently I heard that when one person told me that this and this person tried to block the blessing that was coming to Mercy, but I guarantee you that if God is sending you a blessing, no power on this earth, no power on this universe will be able to stop what the God's blessing that is coming for you. യോസഫിന്റെ ജീവിതത്തിൽ യോസഫിന്റെ ദർശനം, യോസഫിന്റെ ദൈവം കൊടുത്ത നന്മ, ആ ഉയർച്ച തടയാൻ തന്നെ സഹോദരന്മാർക്ക് കഴിഞ്ഞില്ല. When we look into the life of Joseph, no power, the blessing that God gave to Joseph, his brothers were not able to stop it. യോസഫിന്റെ നന്മ തടയാൻ വേണ്ടി കാരാഗ്രഹത്തിന് കഴിഞ്ഞില്ല.
You know, the jail, the prison that Joseph was in was not able to stop the blessing that God had made for him. യോസഫിന്റെ ആ പ്രോമിസ്, ആ വാഗ്ദത്തം ഫുൾഫിൽ ആകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുപോലെ നോക്കി. പൊത്തിഫറിന്റെ ഭാര്യ നോക്കി, ബാക്കി എല്ലാം നോക്കി. പക്ഷെങ്കിൽ അതിനെ തടയാൻ ഈ ശക്തിക്ക് ഒന്നും കഴിഞ്ഞില്ല. Many people came against Joseph, tried to block the blessing that God had set out for him, but none of these forces and opposition was not able to stop God's blessing to come into Joseph's life. ഈ ലോകത്തിൽ നമ്മുടെ നന്മയെ തടയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട്, അത് നമ്മൾ മാത്രമാണ്. But if there is someone who can stand in the way of that blessing, is nobody else but ourselves. യോസഫിന് തന്റെ നന്മയെ തടയാമായിരുന്നു, പ്രാപിക്കാതിരിക്കാമായിരുന്നു. Joseph would have been able to stop that blessing from happening in his ആ ഒരു life. പ്രലോഭനം, ആ ഒരു ചലഞ്ച്, ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധി, അതിന്റെ മുമ്പിൽ ഒരു നിമിഷം കൊണ്ട് ദൈവം പ്ലാൻ ചെയ്ത പദ്ധതികൾ മുഴുവൻ തകർക്കാൻ തനിക്ക് കഴിയുമായിരുന്നു. If Joseph had given in to the temptations that he faced in his life, then the blessing that God had for him would have been blocked. എന്നാൽ അവിടെയും പ്രമാണത്തിന് വേണ്ടി നിന്നു, വചനത്തിന് വേണ്ടി നിന്നു, സത്യത്തിന് വേണ്ടി നിന്നു, തന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നു. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. Even during that time, Joseph stood for the word of God, for the law, for the commandments, and that's where God's work was. You could see God's work happening in his ഈ life. പട്ടത്തിലും ദൈവം നമ്മോടുള്ള ബന്ധത്തിൽ ചില വാഗ്ദത്തങ്ങളും ചില പ്രോമിസസും ദൈവം തന്നിട്ടുണ്ട്. There are some blessings and promises that God has made in our lives. ഈ പട്ടണത്തിൽ ദൈവം നമ്മെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. God has said that God will honor you in this town. നമ്മുടെ കുടുംബങ്ങളെ മാനിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. God has said that God will honor your families. ആരെയാ ദൈവം മാനിക്കുന്നത്? വാഗ്ദത്തം മുറുകെ പിടിക്കുന്ന ദൈവ പൈതലിനെ. But who does God honor? But one who holds on to the word and the promises of God. പ്രമാണം മുറുകെ പിടിക്കുന്ന ദൈവ പൈതലിനെ. There's one person who holds on to the law of God. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ. Someone who prays. ദൈവത്തെ അനുസരിക്കുന്ന ദൈവ പൈതലിനെ. A child of God who listens and is obedient to the word of God. ഈ ദിവസങ്ങൾ ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, സഭയോടുള്ള ബന്ധത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കട്ടെ. ദൈവം നമ്മെ ഓർക്കട്ടെ. അതിനുവേണ്ടി ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുക. Let God bring the visions and the blessings in our lives to fruition, and I pray for that. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതുകൂടെ ഓർക്കണമേ. ഞാൻ ഇന്നതുകൂടെ ചെയ്തു, കർത്താവിന് വേണ്ടി ഇന്നതുകൂടെ ചെയ്തു, പറഞ്ഞതിലധികം ഞാൻ ചെയ്തു, എന്നെ ഇതുകൂടെ ഓർക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. Let us have the ability to pray to God and say that, God, I did this and this. Please remember me for that. കർത്താവിന്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. Let's grow in the word of God.